ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജെനറ്റ് ആൻഡ് എൽസ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്രഞ്ച് ടോസ്റ്റാണ്. ഞാനിവിടെ 2 ടൈപ്സ് ഫ്രഞ്ച് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ക്ലാസിക് ടൈപ്പും പിന്നൊരു വേറൊരു ന്യൂട്ടല്ല വെച്ചിട്ടുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ഷുഗർ ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം പഞ്ചസാര അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ വേണമെന്നില്ല, നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 1/4 കപ്പോളം പാൽ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് പാൽ ചേർത്തേക്കണത്. ഇനി പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം നോക്കിയപ്പോൾ കറക്റ്റ് മധുരമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഉപ്പും അത്യാവശ്യത്തിനുണ്ട്. പാലിൻ്റെയും കൂടിയും ടേസ്റ്റ് വന്നപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യൊന്ന് ഉരുകി വരുന്ന വരെ നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യണതാണ്. ഞാൻ അതും ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ന്യൂട്ടല്ല വെച്ചിട്ടും കൂടി ഇത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബട്ടർ ഉരുകി വന്നപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ബ്രെഡ് മുക്കി 2 സൈഡും മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ബ്രൗൺ കളറ് ആയി വന്ന് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡും കൂടി മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ മുക്കിയെടുത്ത് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടല്ല വെച്ചിട്ടാണ്. നമ്മളൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൽ ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ന്യൂട്ടല്ല വെച്ച് ബ്രെഡ് കഴിക്കില്ല, അതുപോലെ ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്തിട്ട് വേറൊരു ബ്രെഡ് വെച്ച് അത് കവർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് നല്ലോണം മുക്കി ബ്രെഡിൻ്റെ 2 സൈഡിലാക്കിയതിന് ശേഷം നമ്മൾ പാനിൽ ബട്ടറാക്കിയിട്ട് 2 സൈഡും ഈ ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആട്ടോ. ഇങ്ങനെ ന്യൂട്ടല്ല വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചീസ്, അപ്പോൾ ന്യൂട്ടല്ലയ്ക്ക് പകരം ചീസ്, മോസറല്ല ചീസോ അല്ലെങ്കിൽ സാധാരണ ചീസ് സ്ലൈസ് വെച്ചിട്ട് ചെയ്യാം. ബനാന ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ ഭയങ്കര വെറൈറ്റി, നല്ല ടേസ്റ്റ് കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ. ഇവിടെ മോൾക്ക് ബനാന ഉള്ളിൽ വെച്ച് ചെയ്യണതും ന്യൂട്ടല്ല വെച്ച് ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ടോസ്റ്റിനേക്കാളും ഇഷ്ടം അവൾക്ക് ഇത് രണ്ടും വെച്ച് ചെയ്യണതാണ്. നമ്മുടെ ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ടൈപ്സ് ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ന്യൂട്ടല്ല വെച്ചിട്ടും പഴം വെച്ചിട്ടും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.